Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. അങ്ങയുടെ നാം പൂരിതമായ എണ്ണ, അങ്ങയുടെ രാജ്യത്തിൻ്റെ എണ്ണ, അങ്ങയുടെ തിരുവസ്വസ്ഥയിലുള്ള എണ്ണ. എന്താർജന പുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ജയിക്കപ്പെട്ടതാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജയിക്കപ്പെട്ടതാവുന്നു. ന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയെ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങയുടെ റേച്ചിലിനെയും ജോസഫിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാരകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമീൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുക്കളെ, പ്രാർത്ഥനാശംസകൾ നൽകി എന്നെ സാദരം അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ.
If a daughter is what our future holds, I hope she has your eyes, finds love like you and I did. Yeah, but when she falls in love, we'll let her go. And I walk her down the aisle. She looks so beautiful. Sweetness, and you fill my head with you. Shall I write it in a letter? Shall I try to get it down? Or you fill my head with pieces of a song I can't get out? Can I be close to you? Can I be close to you? Can I take it to നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സർക്കാർ പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ഇന്ന് വിവാഹമെന്ന ഉദാശയായി ഒന്നായിരിക്കുന്ന ജോസഫ് ക്രൈസ്റ്റൽ നിങ്ങളിവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണിന്ന്. ഇന്നലെ വരെ വ്യത്യസ്തമായ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന നിങ്ങളിരുവരും ഇന്ന് ക്രിസ്തുവിൻ്റെ വിവാഹമെന്ന ഉദാശയാലെ ഒന്നായി തീരുകയാണ്. ദൈവം അനാദികാലം മുതൽ തന്നെ നിങ്ങളെ ഈ ദിനത്തിനു വേണ്ടി പ്രത്യേകമായി പരിപാലിച്ചു കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് ഞങ്ങൾ അതിന് സാക്ഷികളായി നിലകൊള്ളുന്നു. വിവാഹമെന്ന ഉദാശയിലെ നിങ്ങളിരുവരുമാണ് കാർമ്മികരായി നിലകൊള്ളുന്നത്. ഈ ഉദാശ കർമ്മം ദീപയോടുകൂടി നടത്തപ്പെടുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതവും ഒരു ബലിയുടെ ജീവിതമാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ബലിവേദിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക, പരസ്പരം സമർപ്പിക്കുക. ഈ ദിനം കൂടുതൽ സന്തോഷപ്രദമായി തീരുവാൻ
നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങളിലെ വലിയ പ്രതീക്ഷ കാണുന്നുണ്ട്. അവരുടെ നല്ല പ്രതീക്ഷയ്ക്കൊത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്കാകട്ടെ. ഇന്ന് തിരുസഭ തിരുകുടുംബത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ആ തിരുകുടുംബത്തിലെ അംഗങ്ങളായ വിശുദ്ധ ഔസേപിതാവും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണിയേശുവും പരസ്പരം സ്നേഹിച്ചു, പരസ്പരം സഹായിച്ചു, പരസ്പരം കരുതലോടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ഭവനം തിരുകുടുംബമായി മാറി, സ്വർഗീയ ഭവനമായി മാറി. നിങ്ങളുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതവും ഒരു തിരുകുടുംബത്തിൻ്റെ ജീവിതമായി മാറ്റുവാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്ക് ഇരുവർക്കും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ഈ സ്നേഹത്തെ എന്നാൽ അർപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളോർത്ത് മനസ്സരിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേശിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ ഇതിനെയാണ് പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരുടെ വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണവിടകാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ
ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ആകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അതിരുകളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവർ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ളതായ അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി നൽകി, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരുന്നതിനോ അവിടെ നൽകിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവൻ രണ്ടല്ല, ഒറ്റ ശരീരമായി. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഇന്നത്തെ പ്രത്യേകതകളുമായി മത്തായിയുടെ മുമ്പിലായിരിക്കുന്ന തിരുസ്നേഹമുള്ള ജോസഫ്, റീച്ചൽ, ആദ്യമേ തന്നെ ഇന്നലെ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ പ്രാർത്ഥനയോടെ നിങ്ങൾ രണ്ടുപേർക്കും നേരുകയാണ്. നിങ്ങളോട് ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വിശുദ്ധന്മാരുടെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ തലയിൽ പിറകിലായിട്ട് ഒരു വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു വട്ടം മാത്രമല്ല, ആ വട്ടത്തിനുള്ളിൽ അല്പം വെട്ടം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഇത് ജീവിതത്തിൻ്റെ സുരക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടേതുമായിട്ടുള്ള ഒരിടമാണ്. അപ്പോൾ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു ആശയത്തെ എടുത്ത് നോക്കിയാൽ ഏതേൻ തോട്ടം ദൈവം ആദ്യ മാതാപിതാക്കന്മാർക്ക് നൽകുന്നുണ്ട്. ആദത്തിനും ഹവ്വായിനും ഏതേൻ തോട്ടം ഒരു വട്ടമായിരുന്നു. അതിനുള്ളിൽ അവർ ആയിരിക്കുന്നിടത്തോളം സമയം അവർക്ക് വ്യക്തവും ഉണ്ടായിരുന്നു. സന്തോഷം, സമാധാനം, സംതൃപ്തി, ഐക്യം എന്ന് വേണ്ട അതിനോട് ചേർന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും ആ ഏതേൻ തോട്ടം എന്ന വട്ടത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. പിന്നീട്
തോട്ടം എന്ന വട്ടത്തിൽ നിന്ന് ആദവും ഹവ്വായും പുറത്തേക്ക് ചലിക്കുമ്പോൾ അത് അവർക്കൊരു തടസ്സമായോ പോരായ്മയായോ തോന്നി. ഈ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ വ്യക്തമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന സമയം അതവന് ഒരു വട്ടമായിരുന്നു. എന്നാൽ അത് അവനൊരു കുറവായി കണ്ടുകൊണ്ട് അതിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ അവൻ ശ്രമിക്കുന്നു. പുറത്തേക്ക് കിടക്കുന്ന നിമിഷത്തിൽ തന്നെ പിതാവായ ഭവനത്തിൽ അവൻ അനുഭവിച്ച ആ ഒരു വ്യക്തം, സന്തോഷം, സംതൃപ്തി, സമാധാനം അവന് നഷ്ടമായി. ഒരു ചെറിയ മീൻ നമ്മുടെ അക്വേറിയത്തിൽ ഇട്ട് വളർത്തുമ്പോൾ മീൻ അതിനായിരിക്കുന്നിടത്തോളം സമയം സുരക്ഷിതമാണ്, അത് സന്തോഷത്തോടെയാണ്. എന്നാൽ അത് ചിന്തിക്കുകയാണ്, ആ ചെറിയ അക്വേറിയം അതൊരു തടസ്സമാണ്, അത് കുറവാണ്. അതിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെന്ന ചിന്തയാൽ ഏതൊരു നിമിഷമാണോ ഈ ചെറുതെങ്കിലും അക്വേറിയത്തിൽ നിന്ന് മീൻ ചാടി പുറത്തേക്ക് വരുന്നത്, പിന്നീട് അതിന് ജീവിതം ദുഷ്കരമായിട്ട് മാറുന്നു. പറഞ്ഞു വരിക ഇത്രയേ ഉള്ളൂ. ഇന്ന് തമ്പുരാൻ തിരുവട്ടാരയുടെ മുൻപിലായിരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു വട്ടം വരയ്ക്കുകയാണ്. വൃതങ്ങളുടെയും ഉടമ്പടികളുടെയും പരസ്പര സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെയൊക്കെയായ വട്ടം. ഈ ഒരു വട്ടത്തിൽ നിങ്ങൾ എത്ര സമയം നിലനിൽക്കുവാൻ സന്നിഹിതരാകുന്നു അല്ലെങ്കിൽ മനസ്സാകുന്നുവോ അത്രയും കാലം നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വെട്ടത്തിൽ ജീവിക്കുവാൻ പറ്റും. ഇതൊരു പോരായ്മയാണ്, കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ മറ്റേതൊക്കെയോ ഇഷ്ടങ്ങൾക്ക് തടസ്സമാണ് എന്ന ചിന്തയിൽ ഉടമ്പടി എന്ന വട്ടത്തിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, പരസ്പരം ഉണ്ടായിരിക്കേണ്ട കരുതലിൽ നിന്ന്, ഐക്യത്തിൽ നിന്ന് വഴുതി മാറാൻ ശ്രമിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ വെട്ടം കെട്ടുപോകും. പിന്നീട് സന്തോഷവും സമാധാനവും നമുക്ക് അന്യമാകും. തമ്പുരാൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും വരയ്ക്കുന്ന ഈ ചെറുവട്ടത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുകളും സന്തോഷവും സംതൃപ്തിയും നിരാശകളും മാറി മറിഞ്ഞു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇന്നിവിടെ ചേർത്ത് വയ്ക്കപ്പെടുന്ന നിങ്ങളുടെ കരവും ഹൃദയവും ഒരുമയോടെ ആയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. പുരോഹിതന്റെയും സമൂഹത്തിൻ്റെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാസിയായി മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാസിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സംരക്ഷണങ്ങളെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനെ മറുപടി പറയുക. വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുമായി സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമർപ്പണം പഠിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാര്യക്രമം സ്വീകരിച്ച് അനുഗ്രഹ ആശംസകൾ കൊണ്ട് നിങ്ങൾ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പിതാവായ ദൈവമേ, ഈ താരയും മോഹനങ്ങളും ദയാപൂർവം ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണമേ. പിതാവായ ദൈവമേ, പ്രസാദപരത്തിന്റെ അടയാളമായ ഈ മന്ത്രത്തോട് ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ദമ്പതികൾ ക്രിസ്തു സഭയിൽ തമ്മിലുള്ള പരിപാലനമായ ബന്ധത്തിന്റെ പ്രതിഫലമായി ജീവിച്ച് സ്വർഗത്തിൽ മകളുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താഴി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ ഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ മരവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളെ ചുരുങ്ങിയ സ്നേഹം അവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമമാതൃകയായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ അങ്ങയുടെ മക്കളെ പാർക്കണമേ. സ്വന്തധ്യാനങ്ങളിൽ സംഭവിക്കപ്പെടുന്നതിന് സ്നേഹത്തിൽ വളരുവാനും ജീവിത ലക്ഷ്യങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും എൻ്റെ ഭാവന പുറത്ത് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഇടപെടണമേ.
കർത്താവേ, ഈ ശക്തിയാൽ അങ്ങേ പരിഭാവനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യമായിക്കൊണ്ട് അനുയാത്ര ചെയ്യേണ്ടത് പാപാന്തകാലത്തായി മോചനം നേടി പാവനവിധത്താൽ സംയോജിപ്പിച്ചവരെ ഒരേ അർത്ഥത്താലും ഒരേ മാനവത്വത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്തവരെ അങ്ങേ സ്നേഹത്തിലേക്ക് മനസ്സിലാക്കി തീർക്കുവാനും അങ്ങനെയാകേണ്ടത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളേണമേ. നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ മനസ്സിലാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കൾ ആശ്വാസവും എല്ലാവരുടെ യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവശതമാർത്തത് നിങ്ങൾ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളുടെ ദൈവത്തിന്റെ ഭവനത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
engineer at Consolidated Contracting Company, Qatar. His father, O.P. Thomas, ex-NRI, now businesses Triveni Aluminium and Alex Kodungallu. And his mother is Mary Thomas, she's an housewife. Manthineയും ആന്റിനെയും വളരെ സ്നേഹത്തോടെ തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Uncle and Auntie, please. Elder sister തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. A.B. Jason, she's BSc BTech. She's married to Jason T.D. Engineering manager at Infosys, and they are settled in Bangalore. Our children, Albert, Alfred and Alex. A cute family വളരെ സ്നേഹത്തോടെ തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. Elder brother, Libby Thomas, electrical engineer at Technic, currently settled in Australia. He is married to Rosemary Libby. She is BTech graduated. Our children, Elaine and John. Our family ne വളരെ സ്നേഹത്തോടെ തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. Anne Thomas, she is BSc nurse working at Batheli Hospital, Mumbai. She is married to Raymond Ford, offshore pipe engineer in power gas. Our family name സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോസഫിന്റെ ഫാമിലി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആണോ? അത് ഇവിടെ ഫാമിലി ഫിലിയാണില്ലേ? യെസ്. റേച്ചൽ ഏറ്റവും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റേച്ചലിന്റെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യാനല്ലേ? റേച്ചലിന്റെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ബിഫോർ ദാറ്റ് റേച്ചലിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റേച്ചൽ ബേബി, ഷീ ഈസ് വർക്കിംഗ് അറ്റ് സ്പൈസസ് ഇൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. Her father is Captain K.J. Baby, retired officer, and her mother is Mayambika Baby. She is a retired teacher in oil GHS Madhya. From Anthony വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. റേച്ചലും രണ്ട് elder sisters ഉണ്ട്. ഒരു സിസ്റ്റർ രശ്മി Stanley. She is a teacher at Westminster School, Dubai. She is married to Stanley Tobias, managing director at Backpack Training, Dubai. Our two children, engineer Stanley and Aston Stanley. Our cute family വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരു elder sister ഉണ്ട്, Remy Noble. She is working at USA and she is married to John Noble. He is a software engineer at USA. Our children, Diane Harry Noble. വളരെ സ്നേഹത്തോടെ ഫാമിലിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. വളരെ വലിയൊരു ഫാമിലിയാണ്. നമ്മളെപ്പോലെ ന്യൂക്ലിയർ ഫാമിലീസിൽ നിന്നും വലിയൊരു ജോയിന്റ് ഫാമിലി. ശരിക്കും സ്റ്റേജ് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നടക്കുന്നതിലുപരി രണ്ട് മനോഹരമായ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു സുന്ദരമായ നിമിഷം തന്നെയാണ്. തീർച്ചയായും ഇപ്പോഴാണ് ഈ ഫാമിലിയെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടിയത്. നല്ലൊരു കൈ കൊടുക്കാം. Yes, ladies and gentlemen, give a big round of applause for this beautiful family. Godfather and godmother സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. PC Joseph and Rosa Joseph. രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കടക്കുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകട്ടെ എന്ന് യേശുനാഥൻ അരുൾ ചെയ്തപോലെ ജീവിതത്തിലെ എല്ലാ ഇരുളിനെയും അകറ്റി മാറ്റി പുതിയൊരു പ്രകാശപൂർണമായ ജീവിതം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. To embark this journey together, I invite Joseph parents, please come forward and light the lamp. ഇപ്പോൾ മധുരയ്ക്കൊരു പ്രണയവും ജീവിതവും ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. And as we all know that Kate is a universal symbol of sweetness of life and richness of love. So I invite Joseph and Rahim, please come forward and slice a beautiful piece of cake and exchange between yourself. അങ്ങനെ റേച്ചലും ജോസഫും അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ മധുരം പരസ്പരം പങ്കുവയ്ക്കാൻ പോകുന്ന മനോഹരമായ നിമിഷമാണ്.
കമ്പനി കൂട്ടും, എനിക്ക് തോന്നും കാലം പണി പോകും. लम्हा थम गया, आसमां पिघल के शीशे में ढल के जम गया तो तेरा चेहरा बन गया। दुनिया भुला के तुमसे मिला हूँ, निकली है दिल से ये दुआ, रंग दे तुम है गेरुआ, राजे की दिल से है दुआ, रंग दे तुम है गेरुआ, निकली है दिल से ये दुआ, ओ रंग दे तुम है गेरुआ। निकली है दिल से ये दुआ, रंग दे तुम है गेरुआ, राजे की दिल से है दुआ, रंग दे तुम है गेरुआ, निकली है दिल से ये दुआ, ओ रंग दे तुम है गेरुआ।
अल्लाह मुझे दर्द के काबिल बना दिया, तूफान को ही कश्ती का साहिल बना दिया, बेचैनियां समेट के सारे जहान की, जब कुछ न बन सका तो मेरा दिल बना दिया। ओ साथी तेरे बिना राही करा दिखे ना, ओ साथी तेरे बिना साहिल धुआं धुआं। आंखें मूंदे तो जाने किसे ढूंढे, के सोया जाए ना, के सोया जाए ना, किससे ढूंढे ये ख्वाहिशों की बूंदे, के सोया जाए ना, के सोया जाए ना, मानो निंदिया पिरोया जाए ना, मानो निंदिया पिरोया जाए ना। പൊന്നും കസവിട്ട് വെള്ളിക്കോലുസിട്ട മിന്നിത്തിളങ്ങുന്നു വാനം, കണ്ണിൽ മഷിയിട്ട് മഞ്ഞൾ കോറി തൊട്ട് മെല്ലെ ഒരുങ്ങുന്നു ഞാനും, കന്നിവേ